അല്ലാഹുവേ, ഈ സദസ്സിലിരുന്നിട്ട് ഉറക്കെ ഇൻഷാ അല്ലാഹ് പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം കൊടുക്കണ പടച്ചവൻ. പറ ഇൻഷാ അല്ലാഹ്. രണ്ടേ രണ്ട് കാര്യം കടക്കാരനായി മരിക്കാതിരിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി, നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് നിന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ വീടിന്റെ വാതിലിൽ ആദ്യം നീ ആരെ കാണുന്നു, ആ മനുഷ്യനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ സലാം പറഞ്ഞാൽ നിന്റെ കടം മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിക്ക്. പള്ളിയിൽ വരും, റോഡെ പോകുന്നവനോടും വരുന്നവനോടും പള്ളി കാണുന്ന എല്ലാവരോടും നമ്മൾ സലാം പറയും. പക്ഷെ വീട്ടിൽ പോകുമ്പോൾ ഭാര്യയോട് സലാം പറയാറുണ്ടോ? സ്വന്തം ഭാര്യയെടുത്ത് സലാം പറയാറുണ്ടോ? മക്കളോട് പറയാറുണ്ടോ? മാതാപിതാക്കളോട് പറയാം. നമുക്ക് അതൊക്കെ വലിയ അലർജിയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ വീടിന്റെ വാതിലിൽ കാണുന്ന മനുഷ്യനോട് നീ സലാം പറഞ്ഞാൽ നിന്റെ കടം മാറുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? രണ്ട് വീടിനകത്ത് കയറി നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരി, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ജുബ്ബയോ ഷർട്ടോ എന്തുമാകട്ടെ ഊരി, ഫർദയാകട്ടെ ഊരിയിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. തുണി തൂക്കിയിടുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം നീ ആ സൂറത്ത് ഓതിയ നീ കടക്കാരനായി മരിക്കില്ലെന്ന് ത്വാഹ റസൂലുള്ളാഹി. സൂറത്ത് വസ്ത്രം മൂരി അതങ്ങോട്ട് ഇടുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതണം. അല്ലാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം കരുത്. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ദുആ ചെയ്താൽ ഇന്നത്തെ ഈ സദസ്സിലെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് 101% ഉറപ്പുള്ളവർ മാത്രം ഒന്ന് കൈവയ്ക്കും. ഇത് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കുടവടയ്ക്കുന്ന സ്വഭാവം. ഇത്രയും നേരം ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അള്ളാഹു ആദരിച്ച അടിമയുടെ ഒന്നാമത്തെ അടയാളം അവൻ അള്ളാഹുവിൽ നല്ല ഭാവന വെക്കുമെന്നാണ്. ഈ നല്ലവരിയ്ക്കുന്ന ഈ സ്വർഗത്തിൽ ദുആ ചെയ്തിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയിപ്പോ എന്നത്തെ ദുആ അല്ലാഹു സ്വീകരിക്കണം? നീ എന്നത്തേക്ക് നോക്കിയിരിക്കുക? എന്റെ ഉപ്പ നീ കഅബാലയത്തിൽ പോയി ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല. കാരണം എന്ത്? നിന്റെ സ്വഭാവം ഇതല്ലേ? നിനക്ക് തന്നെ അറിയാം നീ ചോദിച്ചിട്ട് കാര്യമില്ലെന്ന്. എന്താ ഇങ്ങനായി പോയത്? അല്ലാഹു നന്നാക്കുമാറാകട്ടെ. ആകെ ദുആ പ്രതീക്ഷ ഞാനും ഇരിക്കണം, എല്ലാരും വന്നിരിക്കണം. അപ്പൊ ഇതിനകത്ത് ഇങ്ങനത്തെ ആൾക്കാരാ. ഒരു കഥ പറഞ്ഞു തരാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന നരകത്തിന്റെ കവാടമടച്ചു. അതിനകത്ത് നിന്ന് ജയിലിൽ ചാടുന്നത് പോലെ രണ്ട് ചെറുപ്പക്കാര് നരകത്തിന്റെ മതിൽ ചാടി. രണ്ടുപേരും ചാടി വെളിയിൽ വന്നപ്പോ സ്വർഗം കണ്ടു. ഒറ്റ ഓട്ടം സ്വർഗത്തിലേക്ക്. ഓടുന്ന വഴിയിൽ മലക്കുകൾ പിടിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. അള്ളാഹു രണ്ടുപേരെയും നോക്കിയിട്ട് പറഞ്ഞു, വന്ന വഴിയെ തിരിച്ചു പൊക്കോളാം. രണ്ടുപേരോടും പറഞ്ഞു, വന്ന വഴിയെ തിരിച്ചു പൊക്കോളാം. അള്ളാഹു പറഞ്ഞു കഴിഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ മിണ്ടാതെ പോയി. പോടാന്ന് പറഞ്ഞു, അവനങ്ങ് പോയി. തിരിഞ്ഞു പോലും നോക്കിയില്ല, അവനങ്ങ് പോയി. എന്നാൽ രണ്ടാമത്തെ ചെറുപ്പക്കാരൻ പോകുന്നില്ല. ഇവൻ അള്ളാന്റെ മുന്നിൽ നിന്നിട്ട് കരയുന്നുണ്ട്, അള്ളാനെ നോക്കി പീഡിപ്പിക്കുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞു, എടാ നിന്റെ കൂടെ വന്നവൻ പോയി, ഞാൻ പോകത്തില്ല, ഞാൻ പോകൂല. ഇവന്റെ ഈ നോട്ടം കണ്ടിട്ട് അള്ളാഹു ഇവനോട് ചോദിച്ചു, നീ എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കണേ? നീ എന്താ എന്നെ ഇങ്ങനെ നോക്കണേ? നോക്കി പേടിപ്പിക്കണേ എന്താ? ഈ ചെറുപ്പക്കാരൻ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. പടച്ചവനെ വിചാരിച്ചിരുന്നത്. അപ്പൊ അള്ളാഹ് ഇവനോട് ചോദിച്ചു, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരുന്നത്? അപ്പൊ ഈ അടിമ പറഞ്ഞു, അല്ലാഹുവേ, ഈ നരകത്തിൽ നിന്ന് കയറി വന്ന നീ എന്നെ പിടിക്കുമെന്ന് എനിക്കറിയാം. ഈ നരകത്തിനകത്ത് നിന്ന് ഞാൻ കണ്ണു വെട്ടിച്ചു വന്നാൽ നീ പിടിക്കുമെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ കയറി വന്ന എന്തിനാണെന്നറിയോ? അല്ലാഹുവേ, എനിക്കൊരു കാര്യം അറിയാം. നിന്റെ അടിമ എത്ര വലിയ ദ്രോഹം ചെയ്തവനാണെങ്കിലും അവൻ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അല്ലാഹുവേ, നിന്റെ അടിമ എത്ര വലിയ പാവിയാണെങ്കിലും അവൻ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അല്ലാഹുവേ, നിന്റെ മുന്നിൽ വന്നിട്ട് പടച്ചവനെ, ഈ നരകത്തിന്റെ തീകകത്ത് നിന്ന് കയറി വന്ന് നിന്റെ മുന്നിൽ വന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ കണ്ണീര് കണ്ടിട്ട് നീ സ്വർഗത്തിൽ പോടാ എന്ന് നീ പറയുമെന്ന് കരുതിയിട്ടാട് പടച്ചവനെ ഞാൻ ഇതിനകത്ത് നിന്ന് കയറി വന്നതെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പടച്ചവനെ കുറിച്ച് നല്ലത് വിചാരിച്ചതിന്റെ പേരില് അല്ലാഹു ഈ മനുഷ്യന് സ്വർഗം കൊടുത്തെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി.
എന്റെ പൊന്നാര ഉപ്പ നരകത്തിൽ കടന്നവൻ അറിയായിരുന്നു ഞാൻ അള്ളാന്റെ മുന്നിൽ പോയി കരഞ്ഞ റബ്ബെനിക്ക് സ്വർഗം തരുമെന്ന് അവന് വിശ്വാസം ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ വന്നിരുന്നിട്ട് നിങ്ങളിൽ പലർക്കും അവന്റെ അത്ര പോലും വിശ്വാസം ഇല്ലാതെ പോയി. അള്ളാഹു നന്നാക്കുമാറാകട്ടെ, അള്ളാഹു നന്നാക്കുമാറാകട്ടെ. അല്ലുപ്പ നീ ചോദിച്ചിട്ട് എന്താ നിനക്ക് അല്ല തരാത്ത, അതും കൂടെ ഒന്ന് പറഞ്ഞു. ദുആ ചെയ്താൽ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോ കൈവെക്കാൻ മനസ്സില്ലാത്ത നിന്നോട് ചോദിക്കാൻ നീ ചോദിച്ചിട്ട് എന്തേ അല്ല നിനക്ക് തരാത്ത? എന്റെ പൊന്നാര വാപ്പ, നീ ചോദിച്ചതിനെക്കാളും 1000 ഇരട്ടി അല്ല നിനക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നന്ദിയില്ലാത്ത വാക്ക് പറയരുത്. നന്ദികേട് അല്ലാഹു ഇഷ്ടപ്പെടില്ല, നന്ദികേട് അല്ലാഹു ഇഷ്ടപ്പെടില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പറ, ദുആ ചെയ്താൽ സ്വീകരിക്കോ? ഇന്നത്തെ ദുആ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ളവർ ഇനി കൈപൊക്കി കശം വേദന എടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അൽഹംദുലില്ലാ. അപ്പൊ നമ്മളെ ഉള്ളു, ഇപ്പൊ സ്റ്റേജിലിരിക്കണവരെ ഉള്ളു. അല്ലാഹു നമ്മുടെയൊക്കെ ഈ ഈമാൻ അല്ലാഹു മരിക്കോടെ നിലനിർത്തി തരുമാറാകട്ടെ, അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു ആദരിച്ച അടിമയുടെ ഒന്നാമത്തെ അടയാളം അവൻ അറിയാം, ആര് കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടൂല. ആ വിശ്വാസം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് വെള്ളം തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഈ പാതിരാത്രി കടന്നു വന്നവര് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന രണ്ടാമത്തെ അടയാളം, ഈ സദസ്സിലിരിക്കുന്നവര് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്, എല്ലാരും കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവേ പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നിന്റെ ജീവിതത്തിലുണ്ടോ? അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്ന സ്വഭാവം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്കുണ്ടോ? നിന്റെ ഹൃദയത്തിനകത്താണ് അല്ലാഹുവിന്റെ അർശിരിക്കുന്നതെന്ന് ത്വാഹാ റസൂലുള്ളാഹി. ഉസ്താദെ നട്ടുച്ചയ്ക്ക് പള്ളിയിൽ കയറുന്നില്ല, ഇനിയില്ലേ ഇപ്പൊ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം ഇല്ലേ? 12:30 ളുഹർ ബാങ്ക് വിളിക്കുമ്പോ ഞാൻ കയറുന്നില്ല, ഇനി രാത്രി 2 മണിക്ക് വേറെ പണി വല്ലതുണ്ടില്ലേ? അതാപ്പ എല്ലാരെ കൊണ്ടും പറ്റൂല. പകല് പള്ളി കയറി നിസ്കരിക്കാൻ ആരെ കൊണ്ടും പറ്റും, പകല് പള്ളി കയറി നിസ്കരിക്കാൻ എവരെ കൊണ്ടും പറ്റും. പക്ഷെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിൽ അള്ളാഹു സ്നേഹിച്ചവർക്കേ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം, എന്ത് പ്രതിഫലം, എന്ത് പ്രതിഫലം! പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 11 സമയങ്ങളിൽ ആരല്ലാഹുവിനോട് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 11 സമയങ്ങളിൽ ആര് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും. അതിലൊരു സമയം ഏതെന്നറിയുമോ? അത് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് മലിക്കുൽ ജബ്ബാറായ പടച്ചവരോട് പൊട്ടിക്കരഞ്ഞ് നീ ദുആ ചെയ്താ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് നിന്റെ പരാതി മുഴുവനും അല്ലാഹുവോട് പറ. കടവാണോ, രോഗമാണോ, കച്ചവടമില്ലേ, ദുഃഖമാണോ, വീടില്ലേ, മക്കളില്ലേ, അള്ളാനോട് പറ, അള്ളാനോട് പറ. നമുക്കങ്ങനെ സ്വഭാവം ഇല്ലല്ലോ, നമുക്കങ്ങനെ ഒരു സ്വഭാവം. അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവർ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും കോടാനുകൂടി പാപം. ഇന്ന് രാവിലെ മുതൽ നോക്ക്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുകൊണ്ട് കണ്ടത് പാപം, ചെവി കൊണ്ട് കേട്ടത് പാപം, നാവ് കൊണ്ട് പറഞ്ഞത് പാപം, കൈ കൊണ്ട് പിടിച്ചത് പാപം, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്ക്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപം. കോടാനുകൂടി അപരാധം ചെയ്തവരാ ഞാനും നിങ്ങളും, കോടാനുകൂടി അപരാധങ്ങൾ ചെയ്തവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പൊന്നുമോനെ, ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവരില്ല. ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയതാ. അതുകൊണ്ട് പൊന്നുമോനെ, ഇന്ന്
രാത്രി നിനക്കൊന്ന് കരയാ മനസ്സുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ പാതിരാത്രിയിൽ നിസ്കരിച്ചിട്ട് പൊട്ടിക്കരന്നിട്ട് അല്ലാഹുവോട് പറമോരെ, അല്ലാഹു നിനക്ക് പുറത്തു തരും ചെറുപ്പക്കാരാ. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു നിനക്ക് പുറത്തു തരും പൊന്നുപോലെ. എത്രയോ കൊടുപ്പാവികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. എത്രയോ 100 കൊല ചെയ്തവര് പോലും അല്ലാഹു പുറത്തു കൊടുത്തെന്ന് തരികയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, പൊന്നുമോനെ, നിന്റെ ചരിത്രത്തിലേക്ക് ഇടങ്ങേണ്ട ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ. ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല പറയുകയാ, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പ്രവാചകന്റെ വീടിനകത്തേക്ക് കരഞ്ഞ് വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഉമറേ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അവന്റെ കരച്ചൽ കണ്ടിട്ട് ഞാൻ കരഞ്ഞതാ നബിയേ. ഈ പറയുന്നതാരാ? ഇസ്രയേൽ പറയുന്ന നബിയേ. ഒരു ചെറുപ്പക്കാരന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞു പോയതാ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി, ഉമറിനെ കരയിപ്പിച്ച ചെറുപ്പക്കാരാരാ? അല്ലാഹുവിന്റെ റസൂല് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ചെറുപ്പക്കാരാ, കരയാൻ തുടങ്ങിയിട്ട് നാളുകളായല്ലോ, എന്തേ പൊന്നുമോനെ ഇതുപോലെ കരയാൻ എന്തേ സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടോ മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് പള്ളികൾ കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് 6 അടി മണ്ണിനകത്ത് മയ്യത്തിറക്കി വെച്ച് മിൻഹോ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മയ്യത്ത് കബറിനകത്തിറക്കി വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാ നബിയേ. ആ കബറിന്റെ ഭാഗത്ത് നിന്ന് അവസാനം പോകുന്നത് ഞാനാ നബിയേ. ആ കബറിന്റെ മുകളിൽ ഒരു അടയാളം വെക്കുകയാ. ആ കബറിന്റെ മുകളിൽ ഒരു കമ്പെടുത്ത് കുത്തിവെക്കുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കിടന്നു ചെല്ലുകയാ. എല്ലാവരും കിടന്നുറങ്ങിക്കഴിയുമ്പോ, പാതിരാത്രി ജനങ്ങൾ മുഴുവനും ഉറങ്ങിക്കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പള്ളിക്കാട്ടിൽ പോവുകയാണ്. അടയാളം വെച്ച കബറിന്റെ ചാരത്ത് ചെന്നിട്ട് പച്ചമണ്ണ് വെട്ടി മാറ്റുകയാണ്, പലകകളെടുത്ത് മാറ്റുകയാണ്. ആ കബറിനകത്തിറങ്ങിയിട്ട് ആ മയ്യത്തിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, അത് ഞാൻ അടിച്ചെടുക്കും നബിയേ. മയ്യത്തിന്റെ കഫം തുണി മോട്ടിക്കുന്ന കള്ളരാണ് റസൂലുള്ളാഹി തങ്ങളോട് പറയുന്ന നബിയേ, എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന എത്രയോ മയ്യത്തുകൾ നഗ്നരാ നബിയേ. അവരുടെ കഫം തുണി മോട്ടിച്ച കള്ളരാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുമ്പോ പ്രവാചകൻ പറഞ്ഞു, ചെറുപ്പക്കാരാ, കരയണ്ട പൊന്നുപോലെ, അല്ലാഹു നിനക്ക് പുറത്തു തരും ചെറുപ്പക്കാരാ. അല്ലാഹു നിനക്ക് പുറത്തു തരും ചെറുപ്പക്കാരാ. പ്രവാചകൻ സമാധാനിപ്പിച്ചു. പക്ഷേ പിന്നെയും ഇരുന്ന് കരയുകയാ, പിന്നെയും ഇരുന്ന് കരയുകയാ. എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ പാപമല്ല നബിയേ, ഈ പാപമല്ല നബിയേ. എന്നെ പോലെ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനും തെറ്റ് ചെയ്തിട്ടില്ല. അത്ര വലിയ കൊടുംപാപം ചെയ്തവനാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്തെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് തന്റെ തലയിൽ മണ്ണ് വാരിയിട്ടിട്ട് ഈ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ നാട്ടിലൊരു സ്വാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ.
ഏത് ചെറുപ്പക്കാരനും കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന സൗന്ദര്യറാണിയായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു സുന്ദരിയായ പെണ്ണ് മരിച്ച നബിയെ, ഇവരുടെ മയ്യത്ത് കൊണ്ട് കബറടക്കുകയാണ്. അടയാളം വെച്ച് തിരിഞ്ഞുപോയി പാതിരാത്രി എന്നിട്ട് ആ പെണ്ണിന്റെ കബറങ്ങ് മാന്തുകയാണ്, മണ്ണുകളെ വെട്ടി മാറ്റുകയാണ്, പലകകളെടുത്ത് മാറ്റുകയാണ്. ആ കബറിനകത്തിറങ്ങിയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് കഫം തുണികൾ അടിച്ചെടുക്കുകയാ. എന്നിട്ട് കബറിന്റെ മുകളിൽ കയറി മണ്ണിട്ട് മൂടിയിട്ട് വീസാങ്കല്ലുകളെ നിരത്തി വച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ പള്ളിക്കാട്ടിലൂടെ നടക്കുകയോ. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ്, കബറിനകത്തൊരു നൂൽബന്ധം പോലുമില്ലാതെ ഔറത്ത് പോലും മറക്കാതെ കബറിനകത്ത് കിടക്കുന്ന സുന്ദരിയായ പെണ്ണിന്റെ ശരീരം എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് വികാരം തോന്നി നബിയേ, എനിക്ക് വികാരം തോന്നി നബിയേ. രണ്ടാമതും കബറിന്റെ ഭാഗത്തേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് മണ്ണുകൾ വെട്ടിമാറ്റുകയാ, പലകകളെടുത്ത് മാറ്റുകയാണ്. മാതല്ലോ കബറിനകത്തിറങ്ങിയിട്ട് അതിനകത്ത് കിടക്കുന്ന മരിച്ച പെണ്ണിന്റെ മയ്യത്തിൽ ഞാൻ കബറിനകത്തിട്ട് വ്യഭിചരിച്ചു നബിയേ. ഉമർ ഇബ്നു ഖത്താബ് ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്. പ്രവാചകന്റെ താടിരോപത്തിലൂടെ കണ്ണീരൊലിക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഞാൻ കബറിനകത്ത് കിടന്ന പെണ്ണിന്റെ മയ്യത്തിനെ വ്യഭിചരിച്ചു നബിയേ. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഫഹല്ലീ മിനത് തൗബ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ. പൊന്നുമോനെ, മരിച്ച പെണ്ണിന്റെ മയ്യത്ത് കൊണ്ട് കബറടക്കി പാതിരാത്രിയിൽ ആ കബറ് 2 പ്രാവശ്യം മാന്തിയിട്ട് ആ മയ്യത്തിനെ വ്യഭിചരിച്ച ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഫഹല്ലീ മിനത് തൗബ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ. പ്രവാചകൻ പറയുന്ന ചെറുപ്പക്കാരാ, പോ പൊന്നുപോലെ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറമോനെ, അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പൊന്നുമോനെ, തിരമാലകളോളം പാപം ചെയ്തവരാണെങ്കിലും അല്ലാഹുവിനോടൊന്ന് ചോദിക്കുക ചെറുപ്പക്കാരാ. ഖുർആൻ പറഞ്ഞതെന്തെന്നറിയുമോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു പറയുന്ന ചെറുപ്പക്കാരാ, നബിയേ പറ നബിയേ, എന്റെ ദാസന്മാരോട് പറ നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കാൻ പറ നബിയേ, ഞാനവന് പുറത്തു കൊടുക്കാമെന്ന് ഖുർആൻ പറയുമ്പോൾ റജബ് മാസമാ ചെറുപ്പക്കാരാ, റജബിന്റെ മാസമാ പൊന്നുമോനെ. പള്ളികളിൽ ദുആ ചെയ്തു തുടങ്ങിയല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. റമദാനിനെ സ്വീകരിക്കാൻ 2 മാസം മുമ്പേ ദുആ ചെയ്തു തുടങ്ങിയിരിക്കുകയാ. അതുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവൻ അല്ലാഹു നിനക്കൊരവസരം തരികയാ. അല്ലാഹു ഒരേ ഒരവസരം തരികയാ. പൊന്നുമോനെ, നന്നാവ് ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പടച്ചവൻ ആദരിച്ച അടിമയുടെ 2ാമത്തെ അടയാളം എന്തെന്നറിയുമോ? ആ അടിമ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മയ്യത്തിന് നിങ്ങൾ ആരെങ്കിലും ഇച്ചിലങ്കോട് പള്ളിയുടെ പുറകിൽ ഒരു കബറ് കൊണ്ടിടക്കിയിട്ട് രാത്രി പോയി ആരെങ്കിലും കബറ് മാന്തിയിട്ട് വ്യഭിചരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എടാ, ഇങ്ങനെ ചെയ്തവന് പോലും അള്ള പുറത്തു കൊടുത്തത്. എവിടെ കിടന്ന് വ്യഭിചരിച്ചത്? പള്ളിക്കാട്ടി കബറിനകത്ത് കിടന്ന്. കബറിനകത്ത് കിടന്ന് വ്യഭിചരിച്ചവൻ അള്ളാഹിനോട് ദുആ ചെയ്തപ്പോ അള്ള പുറത്തു കൊടുത്തു. നീ അത്ര വലിയൊന്നും ചെയ്തിട്ടില്ലല്ലോ.
അത്ര വലുതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അള്ളാഹിനോട് പൊട്ടിക്കര മോനെ, നിനക്ക് അള്ളാഹു പുറത്തിരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വേണമെങ്കിൽ നന്നായിക്കോ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആദരിച്ച അടിമയുടെ മൂന്നാമത്തെ അടയാളം ഞാൻ അതും കൂടെ പറഞ്ഞു നിർത്താം. സമയം 11 ഇൻഷാ അല്ലാഹ്, പെട്ടെന്ന് നിർത്താം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു ആദരിച്ച അടിമയുടെ മൂന്നാമത്തെ അടയാളം അലാമത്തു ഹുബ്ബില്ലാ ഹുബ്ബുൽ ഖുർആൻ ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആദരിച്ച അടിമയുടെ മൂന്നാമത്തെ അടയാളം ആ അടിമയ്ക്ക് പരിശുദ്ധ ഖുർആനിന് വല്ലാത്ത സ്നേഹമായിരിക്കുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിനെ വല്ലാത്ത ഇഷ്ടമായിരിക്കും, ഖുർആനിനെ വല്ലാത്ത ഇഷ്ടമായിരിക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വഅലിന്